ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയിലാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പ്രിയങ്കയെ കാണാനായിട്ട് ലക്നൗവിന് പോവാണ്. ബൈ റോഡാണ് സാധാരണ ഞാൻ പോവാറ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ ഒത്തിരി പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ട്രാഫിക് ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പോൾ സമയം ഒത്തിരി എടുക്കും. അതുകൊണ്ട് ശതാബ്ദിയിൽ കയറി. ശതാബ്ദിയിൽ നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ലക്നൗ എത്തും കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേഷനിൽ ലക്നൗവിൽ പിക്ക് ചെയ്യാനായിട്ട് അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 2 ദിവസത്തെ സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവൾ മോനെ കൊണ്ട് സ്കൂളിൽ പോയി സ്കൂളിൽ സ്റ്റക്കായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു റാപ്പിഡോ ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി ബുക്ക് ചെയ്തൊരു 18 കിലോമീറ്റർ ഉണ്ട്. പക്ഷേങ്കിൽ ഉച്ച സമയമായതുകൊണ്ട് പെട്ടെന്ന് അധികം ട്രാഫിക് ഇല്ലെങ്കിൽ നമ്മളൊരു 20-25 മിനിറ്റ് കൊണ്ട് എത്തും. ട്രാഫിക് ഉണ്ട് 1 മണിക്കൂർ വരെയൊക്കെ എത്തും കേട്ടോ. അങ്ങനെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട്, അതായത് ഞങ്ങൾ ലക്നൗവിലെത്തിയ ഫുൾ കറങ്ങും. അങ്ങനെ എപ്പോഴും കറക്കാണ്. അതായത് ഇന്ന് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ചെന്നു, നാളെ നിൽക്കും, മറ്റന്നാൾ ഞാൻ തിരിച്ചു വരും. അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൊരു പരിപാടി കേട്ടോ. നല്ലൊരു റീജുവിനേഷനാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒറ്റയ്ക്ക്. അതൊരു അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ലക്നൗ എത്തി കേട്ടോ. പക്ഷേ എത്തിയ സന്തോഷത്തിൽ വീഡിയോ എടുക്കാനെല്ലാം മറന്നു. അവിടെ ചെന്ന് അവൾ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രായത്ത, പനീറിൻ്റെ സബ്ജി, പിന്നെ ഫ്രൈഡ് റൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഉടനെ ഞങ്ങൾ തെണ്ടാൻ ഇറങ്ങും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫുൾ ടൈം പരിപാടി. അപ്പോൾ വെതർ നല്ലതായതുകൊണ്ട് ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങി. അവിടെ നിന്നൊരു ഊബർ ബുക്ക് ചെയ്തത്. ഡ്രൈവ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ ഡ്രൈവ് ചെയ്ത് അവിടെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കുന്നത് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് ഒരു ഹസ്രത് ഗഞ്ച് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ്, അതായത് നമ്മുടെ ഡൽഹിയിലെ ജനപത്തൊക്കെ പോലെ നല്ല രസമാണ് കേട്ടോ. ഈ വിൻ്റർ ടൈമിൽ അവിടെ നല്ല വൈബാണ്. ചുമ്മാ അതിൽ നടക്കാം. സ്ട്രീറ്റ് വെൻഡേഴ്സ്, സ്ട്രീറ്റ് സൈഡിലൊക്കെ കോഫി ഷോപ്പും, അതായത് നല്ല രസമാണ്. അന്നത്തെ കാര്യം തണുപ്പായതുകൊണ്ട് എപ്പോഴും കറങ്ങാൻ നല്ല തണുപ്പ് സമയമാണല്ലോ. അപ്പം നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14-15 ഡിഗ്രി, അത് രാത്രി ആകുമ്പോഴത്തേന് 7 ഡിഗ്രി ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയത്ത് നല്ല വെയിലുണ്ട്, നല്ല രസമുണ്ട്. കണ്ട സൈഡിലെല്ലാം നല്ല കോഫി ഷോപ്സ്. അവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം, കോഫി കുടിക്കാം, പിന്നെ ഷോപ്പിംഗ് ചെയ്യാം. അങ്ങനെ നല്ലൊരു സ്ട്രീറ്റാണ് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്ട്രീറ്റ്. അപ്പം ഞങ്ങൾ അവിടത്തിൽ ഇങ്ങനെ വെറുതെ നടക്കുകയാണ് കേട്ടോ. നടന്ന് പിന്നെ എനിക്ക് ആദ്യം കുറച്ച് ഷോപ്പിങ്ങും ചെയ്യണമായിരുന്നു. ചിക്കൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. രാജേഷിന് വേണ്ടി കുർത്ത വാങ്ങിക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തൊന്ന് ആദ്യം അത് തന്നെ ചെയ്യാം. കുർത്ത വാങ്ങിക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഒരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നമുക്ക് ജോർജറ്റിൻ്റെ കുർത്ത വേണം, മെൻസ് കുർത്ത. അതിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഇഷ്ടമുള്ള കുർത്ത എടുക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ ഈ മെഹന്തി അല്ല, ഇത് ഒലീവ് ഗ്രീൻ കളറിൻ്റെ കുർത്ത ഇഷ്ടപ്പെട്ടു. അതൊരെണ്ണം എടുത്തു. പിന്നെ ഈ ബ്ലാക്ക് ഒരെണ്ണം, ഞാൻ ബ്ലാക്ക് പിന്നെ ഒരു വൈൻ കളറില്ല, അത് നല്ല രസമായിരുന്നു. പക്ഷെ അതെടുത്തില്ല. ബ്ലാക്കും എടുത്തു, ഒലീവ് ഗ്രീൻ കളറിലെ കുർത്ത എടുത്ത്. ഇഷ്ടം പോലെ നല്ല സെലക്ഷൻ ഉണ്ട്. ഈ ബ്ലാക്കാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ കുറേ കളറുകളുണ്ട് കേട്ടോ. കുറേ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ജോർജറ്റിൻ്റെ കുർത്തയ്ക്ക്. അപ്പം ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട് കമ്മിങ് ഡേയ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ യു പിയിൽ ആര് വന്നാലും എല്ലാവരും ഈ ചാട്ട് കഴിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചാട്ട് എന്ന് പറഞ്ഞാൽ അതായത് പാനിപൂരി, ആലുവിൻ്റെ ടിക്കിയ, അത് ഇവരുടെ ഫേമസ് ആട്ടോ. നമ്മൾ ആര് വന്നാലും പറഞ്ഞ് നമുക്ക് ചാട്ട് കഴിക്കാൻ പോകും. അപ്പോൾ ഇവിടെ ലക്നൗവിൽ നല്ല ഫേമസ് ആയിട്ടൊരു റോയൽ കഫേ ഉണ്ട്, പ്യുവർ വെജ് റോയൽ കഫേ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചാട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട്, അതായത് പാനി ബത്താശ എന്ന് പറയുന്നത് നമ്മുടെ പാനിപ്പൂരി. അത് എല്ലാവർക്കും ഇഷ്ടം, കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അത് രസമാണ്. പക്ഷേ ചിലയിടത്ത് ഇവിടുത്തെ നല്ല രസമാണ്. നമ്മൾ വായിക്കകത്ത് വെച്ചാൽ ഉടനെ മെൽറ്റായി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. എനിക്കത് അത്ര വലിയ ഇഷ്ടമായത്. 2 തരം ചട്നികളുണ്ട്, പുളിയുള്ളത്, മധുരമുള്ളത്, എരിവുള്ളത്. അപ്പം 2-3 സൈസ് നമുക്കത് മിക്സ് ചെയ്താണ് അവർ തരുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം പ്രിയങ്ക തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പ്രിയങ്ക പാനിപ്പൂരിയുടെ ആളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലോട്ട് അവർ ഒരെണ്ണം ഇങ്ങനെ തന്നു കഴിഞ്ഞ് ഉടനെ നമ്മളത് കഴിച്ച് തീരുന്നതിന് മുമ്പേ ഉടനെ അത് അടുത്തതും കൂടെ അങ്ങ് ഫില്ല് ചെയ്ത് തരും കേട്ടോ. പക്ഷേ അത് പെട്ടെന്ന് വായിൽ മെൽറ്റായി പോകുന്നതിനും പെട്ടെന്ന് ഇത് കഴിക്കണം. ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 6 പാനിപ്പൂരിയാണ്. അപ്പം ഞാനും അങ്ങനെ വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് തണുപ്പത്ത് അവിടെ നിന്നിട്ടുണ്ട് കഴിയും. അപ്പോൾ എല്ലാവരും ക്യൂ ആണ്. നമ്മൾ 2 പേര് കഴിഞ്ഞു, അടുത്ത 2 പേര് നിൽക്കുന്നത്. അങ്ങനെ ക്യൂ നിന്ന് ഞാൻ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ അവിടെ കുൽഫി ഇരിക്കുന്നു. കുൽഫി പല ഫ്ലേവറിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്താൽ, തണുപ്പായാലും വേണ്ടിയാലും ഒരെണ്ണം ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കുകയാണ് ഏത് കുൽഫി വാങ്ങിക്കും. അപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചാൽ മതി, നമ്മൾ 2 പേരുടെ ചെറുതാണ് കേട്ടോ, നല്ല ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ, ചെറുതാണ്. അങ്ങനെ ഞങ്ങൾ മലായി കേസർ മലായി എന്ന് പറഞ്ഞ ഫ്ലേവറിലുള്ള ഒരു കുൽഫി വാങ്ങിച്ചു 2 പേരോടെ കഴിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ അത് ഫ്ലോപ്പായി കേട്ടോ. എനിക്ക് ഇതാണ് ആ സ്ട്രീറ്റ്, നല്ല രസമില്ലേ വൈകുന്നേരം ആയപ്പോഴത്തേനും. ഇതൊരു 5 മണി സമയമാണ് കേട്ടോ. നല്ല ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. പക്ഷെ അപ്പോൾ നല്ല വൈബാണ്, നല്ല രസമാണ്. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് കഴിച്ചു നോക്കിയിട്ട് അത്
ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം റോസ് മിൽക്കിൻ്റെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇത് കേസർ മലായി എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ പ്രിയങ്ക പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല, കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി കളയായിരുന്നു ചെയ്ത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ പോയേക്കാന്ന് വെച്ച് തിരിച്ചു പോയി. ബാക്കി രാവിലെ ഇറങ്ങിയതല്ലേ, ടയർഡായല്ലോ, ബാക്കി നാളെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ വീട്ടിൽ വന്നു, റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി അടുത്ത ദിവസത്തെ പ്ലാനിങ് ആണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള സ്ഥലത്ത് കുറച്ച് നടക്കാനൊക്കെ പോയി. പിന്നെ അവിടെ താഴെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി. അവിടെ താഴെ അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങിയാൽ ഫുൾ ഇങ്ങനെ ഷോപ്സാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ എനിക്കൊരു ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഹെയർ കട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊന്ന് ട്രിം ചെയ്യണമായിരുന്നു. അങ്ങനെ ഗീതാഞ്ജലി നമ്മുടെ ലുലുവിൽ ഗീതാഞ്ജലിയിൽ വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ലെങ്ത്ത് കുറയ്ക്കാൻ പാടില്ല, ലെയറിൽ ഇനി ഞാൻ കട്ട് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ നല്ലൊരു ബൗൺസ് ഇരിക്കും. അപ്പോൾ അയാൾ പറയാണ് ഇത് ലെങ്ത്തും കുറയ്ക്കാൻ പറ്റത്തില്ല, ലെയറും ചെയ്യാൻ പറ്റത്തെങ്കിൽ പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഇല്ല, നമുക്ക് കുറച്ചൊന്ന് ട്രിം ചെയ്തിട്ട് പുറകിൽ നിന്ന് സ്ട്രേറ്റ്. അപ്പോൾ ഞാനിനിയും മുടി വെട്ടുന്നില്ല എന്ന് വെച്ചു, ഉള്ളതങ്ങ് നീളം വെക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ലെയർ ആയതുകൊണ്ട് കുറച്ചൊന്ന് യു ഷേപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട്. അങ്ങനെ ചെയ്തിട്ട് ഫ്രണ്ടിൽ മാത്രം ഞാൻ കുറച്ച് ഫ്രിഞ്ചസ് പോലെ ചെയ്തിട്ട് എൻ്റെ തിക്നെസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഹെയർ ബൊട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി അങ്ങ് നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ. ഇവിടുത്തുകാർക്ക് ആ ലുക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ നമുക്കതത്ര ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മുടെ മലയാളീസിന് അത് ചേരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ട് നേരെ കുറച്ച് സ്ട്രെയിറ്റ് ആക്കിയെന്ന് വെച്ചാൽ മുടി സ്ട്രെയിറ്റ് ആയിട്ട് ട്രിം ചെയ്ത് ചെറിയൊരു യു വെച്ചിട്ട് അങ്ങനെ പറ്റത്തുള്ളൂ, ലെയർ ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അതാണ് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പ്രിയങ്ക എൻ്റെ അടുത്ത് പറയുന്നത് മുടി വെട്ടിയതായിട്ട് പോലും തോന്നുന്നില്ല. അങ്ങനെ പക്ഷേ പിന്നെ ഒരു ഗീതാഞ്ജലി ഒന്ന് കയറി എന്നുള്ള ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഒരു ഇവിടെ കയറി എന്താ പറയുന്നത്, പിന്നെ വേറൊരു റോയൽ കഫേ പോലെ തന്നെ വേറൊരു കഫേ പോയി ഇത് കോഫി കുടിക്കാം, പിന്നെ എന്തെങ്കിലും അങ്ങനെ കഴിക്കാം ഈ സമയമല്ല. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും ചെയ്യാം. ഇപ്പോൾ പിന്നെ വൈകുന്നേരമായി കേട്ടോ, നമ്മളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഉച്ചയായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മളവിടെ വന്നിരുന്നിട്ട് ഇതുവരെയും നമ്മൾ ട്രൈ ചെയ്യാത്തൊരു സാധനം ട്രൈ ചെയ്യുന്നു, കച്ചാലു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ ഇവരെല്ലാം പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതിങ്ങനെ നല്ല രസമാണ്, ഒരു സ്ട്രീറ്റ് സൈഡിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം, നല്ലൊരു സ്ട്രീറ്റുമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു തണുപ്പ് സമയത്ത് നമ്മുടെ നല്ല ഇഞ്ചി ചായ കുടിക്കാൻ നല്ല രസമാണ്. ഇവർക്ക് ഇഞ്ചി ചായ ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഇഞ്ചി ചായയും ഈ കച്ചാലു എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊടിച്ചിട്ട് അതിനകത്ത് എന്തോ മസാലയൊക്കെ ഇട്ട് പിന്നെ തവയിലിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ പുറത്തൂടെ പിന്നെ ചട്നി, ഈ മിക്സ്ചർ പോലത്തെ സാധനം, പിന്നെ നമ്മുടെ പച്ചമല്ലി അതെല്ലാം ഇട്ടിട്ട് ഒരു ചട്നി സോസൊക്കെ ആയിട്ട് കൊണ്ടുതരും. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഞങ്ങൾ നല്ല ഇഞ്ചി ചായക്കും വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഇരിക്കാൻ കണ്ടില്ല, നല്ല രസമാണ്, നല്ല വൈബാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സമയം ഒരു 6 മണിയായി തോന്നുന്നു. 6 മണിയായപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടിപൊളി ഇഞ്ചി ചായയും വന്നു. അങ്ങനെ ഇഞ്ചി ചായയൊക്കെ കുടിച്ച് അപ്പോൾ ആ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചിക്കൻ്റെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ചുരിദാർ നോക്കണമായിരുന്നു, ചിക്കൻ്റെ ഫുൾ സൂട്ട് സെറ്റ് അവിടെ നല്ലതായിട്ട് പ്യുവറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളന്ന് അവിടെയും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ച് ഞാൻ റെഡിമെയ്ഡ്, അപ്പോൾ ഇനി തയ്പ്പിക്കാനൊന്നും സമയമില്ല, റെഡിമെയ്ഡ് വാങ്ങിക്കാമെന്ന് വെച്ച് കയറി. ഇപ്പോൾ കുറേ സ്റ്റൈലുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഹൈ റേറ്റാണ്, പക്ഷേ പ്യുവർ സാധനമാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ നോക്കി, എനിക്ക് മെയിൻലി വേണ്ടതൊരു നല്ലൊരു മെറൂണിഷ് കളറായിരുന്നു, അല്ലെങ്കിൽ റോയൽ ബ്ലൂ ഡാർക്ക് കളർ എടുക്കാമെന്ന് വെച്ചാൽ പോയത്. പക്ഷേ അവിടെ പോയി ഇങ്ങനെ കണ്ടപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കൻ ലൈറ്റ് കളേഴ്സ് ആണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആദ്യം അവർ കാണിച്ചൊരു ലൈറ്റ് ഗ്രീൻ കളർ നമ്മളിങ്ങനെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ പ്ലാസോയും മുകളിൽ കുർത്തയായിരുന്നു. ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കത്. എന്നാലും പക്ഷേങ്കിൽ അതിലും കുറേ ഉണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച അപ്പോൾ മീഡിയം സൈസ് വരുന്ന കറക്റ്റായിരുന്നു. അപ്പോൾ അതായിരുന്നു ആദ്യം. അത് ഫുൾ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത് എപ്പോഴും ഒരു 6000 തൊട്ട് 8000 ഇടയ്ക്കാണ് ഈ പ്ലാസോയും ഇങ്ങനെ ഫുൾ സെറ്റായിട്ടുള്ള ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത്. അതാണ് അവരുടെ, ഞാനിങ്ങനെ 2-3 കടകളിൽ കയറി നോക്കി കേട്ടോ, വ്യത്യാസം അറിയണം. പക്ഷേ അതാണ് അവരുടെ റേറ്റ്. 5800 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് 5800 തൊട്ട് 8000 വരെ ഇടയ്ക്ക്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബ്ലൂ കളർ, നല്ലൊരു പൗഡർ ബ്ലൂ കളർ. അപ്പോൾ അത് വെച്ചപ്പോൾ അതിന് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും എല്ലാം കറക്റ്റാണ്. അപ്പോൾ അത് ഞാൻ സൈഡ് ചെയ്തു. പിന്നെ ഒരെണ്ണം കണ്ടതൊരു പൗഡർ ബ്ലൂ, ഇതാണ് പൗഡർ ബ്ലൂ, ഇത് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ വേറെ ഒരെണ്ണം കണ്ടത് പിങ്ക്, പക്ഷെ അതൊരു ഡബിൾ ഷെയ്ഡാണ്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇച്ചിരി ഡാർക്കായിട്ട് മുകളിൽ ബേബി പിങ്കും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പ്രിയങ്ക പറയുന്നുണ്ട് കുഴപ്പമില്ല, എടുക്കുകയാണെങ്കിൽ നല്ലതാണ്.
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ, ഏതായാലും അത് ഏതെടുക്കണം നോക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ അത് പിന്നെ ഇതൊരു പീച്ചിഷ് കളറാണ്. ഇതും ഡബിൾ കളറായിട്ടായിരുന്നു. മോസ്റ്റ്ലി എല്ലാം ഡബിൾ കളറായിട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നോക്കി നോക്കി എനിക്ക് പറ്റിയ റോയൽ ബ്ലൂ അതൊന്നും കിട്ടിയില്ല. ഇതെടുത്തു, ബ്ലൂ എടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ, അതായത് ഉച്ചയ്ക്ക് 3 മണിക്കാണ് എൻ്റെ ട്രെയിൻ. അതിന് മുമ്പ് അവരുടെ തൊട്ടടുത്തുള്ളൊരു മോളാണ് ഫിനിക്സ് പലാഷ്യോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മോൾ. അവിടെ ചുമ്മാ ഞങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒരു നടപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ചുമ്മാ ജസ്റ്റ് കറങ്ങി കുറേ ജ്വല്ലറി ഷോപ്പിലും പിന്നെ എന്തായിരുന്നു ബോഡി ഷോപ്പില്ലേ അവിടെ കയറി, അങ്ങനെ കുറച്ചങ്ങനെ ജസ്റ്റ് ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ നടന്നു. നമ്മളിങ്ങനെ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കുക, വെറുതെ ഇങ്ങനെ നടക്കുക, അതിലൊരു ത്രില്ലുള്ളൂ. എപ്പോഴും നമ്മൾ ഒന്നും വാങ്ങിക്കണം എന്നില്ല. എനിക്ക് കുർത്തയുടെ ഇത് മാത്രമേ വാങ്ങിക്കാനുള്ളായിരുന്നു, ചിക്കൻ്റെ ഒരു കുർത്തയും എനിക്കും, പിന്നെ എനിക്കൊരു സൂട്ടും. ബാക്കിയൊന്നും അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു ലുലുന്നൊന്നും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതൊക്കെ വാങ്ങിച്ചായിരുന്നു. ബാക്കി നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫുൾ എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഇതിപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് 2:15 ഇറങ്ങണം. 3:30 എൻ്റെ ട്രെയിൻ. ട്രാഫിക് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ക്യാബ് ബുക്ക് ചെയ്ത് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ പ്രിയങ്ക പറഞ്ഞു വേണ്ട ഞാനും വരാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പ്രിയങ്കയുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ആ സ്ഥലത്ത് തന്നെ പിന്നെയും കുറച്ച് നേരം കൂടെ ഒരു സ്ട്രീറ്റ് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി ഇതിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് കേട്ടോ. നമുക്ക് നല്ല രസമാണ്. ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പെട്ടിയൊക്കെ ചാരി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ എത്ര സംസാരിച്ചാലും നമ്മൾ തീരത്തില്ല കേട്ടോ. സ്റ്റേഷനിൽ വന്നപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. അപ്പം 3 മണി ആയിട്ടേ ഉള്ളൂ, 3:10. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ടേക്ക് ട്രെയിൻ കിടപ്പുണ്ട്. അങ്ങനെ ഒരു നല്ല 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര റീജുവിനേഷനാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ ശതാബ്ദിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബേൽപൂരി പോലത്തെ ഒരു സാധനം, ഒരു സാൻഡ്വിച്ച്, ചായ അതൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ 4:45 ഞാൻ തിരിച്ചെത്തി. അങ്ങനെ 2 ദിവസം നല്ലൊരു ട്രിപ്പായിരുന്നു. ജസ്റ്റ് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. ഇടയ്ക്ക് നമുക്കും വേണ്ട ഇതുപോലത്തെ ഗേൾസ് ട്രിപ്പ്. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കുറേ തോട്ട്സിലായിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ട്സിനൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടേതായിട്ട് കുറച്ച് സമയം ഫാമിലിയുടെ കൂടെ അല്ലാതെ ഫ്രണ്ട്സായിട്ട് അതൊരു രസമാണ്. ഇവിടെ അങ്ങനെ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതാണ് എൻ്റെ ഒരു ബ്ലെസ്സിങ്. അങ്ങനെ ഇത്രയോടുകൂടി ഇന്നത്തെ വീഡിയോ എൻ്റെ ആണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലക്ഷ്മി, ബൈ.